രാവിലെ തന്നെ ആദവും പപ്പയും കൂടെ ചീര പറിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കുറച്ച് ചീരയുടെ തയ്യൊക്കെ ഇങ്ങനെ മുളച്ച് വന്നേക്ക്. അപ്പോൾ ഇപ്പോൾ അത് ഒരുവിധം വലുതായി, അത്യാവശ്യം ഏകദേശം ആദൂൻ്റെയൊക്കെ അത്ര ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ ആദവും കൂടെ രാവിലെ തന്നെ ചീരയൊക്കെ പറിക്കാം. ആദും ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആദൂൻ്റെ മുഖം അത്ര അങ്ങോട്ട് തെളിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പറിക്കാനായിട്ട് ഇവനാണെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ വിളിച്ചാൽ എണീപ്പിച്ചത്. അത് വാ എണീക്കുക, നമുക്ക് പോയി ചീരയൊക്കെ പറിക്കാം, നമുക്ക് അവിടെ പോയി പണിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ കുത്തിപ്പൊക്കെ എണീപ്പിച്ച് കൊണ്ടുവന്നേക്കണേണ്. അപ്പോൾ ആള് മൂക്കൊക്കെ തുടച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അരികിൽ. അപ്പോൾ അവന് പറിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം നിന്നേച്ചത്. പിന്നെ ചേട്ടൻ പറഞ്ഞു വേണ്ട, പപ്പ പറിക്കണത് അത് എടുത്ത് വാങ്ങി പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൊട്ടയൊക്കെ ആയിട്ട് ആളിങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. ഞാൻ എന്തിന് റെഡിയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ചേട്ടൻ മുറിച്ച് തുടങ്ങി. അപ്പോൾ ഓരോന്നോരോന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി. ആ കട്ട് ചെയ്യണത് അവൻ കറക്റ്റായിട്ട് വാങ്ങി ആ കൊട്ടയിൽ വെക്കുന്നുണ്ട് കേട്ടോ. ചില നേരങ്ങളിൽ അവൻ്റെ ഓരോ ചെയ്യണ കാര്യങ്ങൾ കാണുമ്പോൾ അവൻ പെട്ടെന്ന് വലുതായി പോയോ എന്നുള്ളൊരു ഇതാണ്, ഒരു വലിയക്കാട്ട് കുട്ടിയായോ എന്നുള്ളൊരു തോന്നല. അപ്പോൾ അവനാണെങ്കിൽ അത് കറക്റ്റായിട്ട് വാങ്ങിച്ച് ആ കൊട്ടക്കകത്തോട്ട് കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്. പപ്പ മുറിച്ചെടുക്കുന്നതുകൊണ്ട് അവൻ അത് കറക്റ്റായിട്ട് കൊട്ടയിലോട്ട് വാങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞത് ഇത്രയും ചീര അവർ പറിച്ചായിരുന്നു. അപ്പോൾ 2 കെട്ടായിട്ടാണ് അത് എടുത്ത് വെച്ചത്. ഒന്ന് ഇവിടെ എടുത്ത് ഒന്ന് വീട്ടിലും കൊണ്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ചെടുത്ത് വീട്ടിലും കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.